എനിക്ക് പുള്ളി ഉപദേശം ഒരു തവണ തന്നിട്ടുള്ളൂ. ആ ഉപദേശം അടിപൊളി ഉപദേശമായിരുന്നു. എന്നുവെച്ചാൽ പുള്ളി എന്നോട് പറഞ്ഞു, ജാനെ നമുക്കൊരിക്കലും ഒരു പെർഫെക്റ്റ്, നമുക്കൊരു കംപ്ലീറ്റ് നല്ലൊരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഒരു കഥ ചിലപ്പോൾ വരണമെന്നില്ല. ചിലപ്പോൾ ഒരു ആവറേജ് കഥയൊക്കെ ആയിരിക്കും. ഇത് ശ്രദ്ധിച്ചോളെ, ആവറേജ് കഥയൊക്കെ ആയിരിക്കും. അതിന് നമ്മളിരുന്ന് വർക്ക് ചെയ്ത് നന്നാക്കി എടുത്ത് നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് ആ സിനിമ നന്നാക്കി എടുക്കണം. അപ്പം കാരണം കംപ്ലീറ്റ് നല്ലൊരു സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ വരണമെന്നില്ല. നമ്മളതിനെ കൂടെ ആവറേജ് സാധനങ്ങളാണെങ്കിൽ പോലും അതിനെ നമ്മൾ കൂടെ ഒന്ന് നന്നാക്കി എടുത്ത് നമ്മൾ ഇതാക്കണം. അങ്ങനെ ആ പുള്ളിയുടെ ആ ഒരു അഡ്വൈസ് ഞാൻ കേൾക്കുകയും ഞാൻ 1-2 പടം ചെയ്തത് തൊട്ടിട്ടാണ് ഞാൻ പണ്ട് പടമൊക്കെ പൊട്ടി തുടങ്ങിയത്. അല്ല, ആദ്യം പൊട്ടിയത് പുള്ളിയുടേതാ. പടത്തിന്റെ പേര് ഞാൻ പറയുന്നത് മോശമാണ്. പുള്ളിയുടെ അടുപ്പിച്ചൊരു 3 പടം പൊട്ടിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് 2018-19 ആ സമയത്തൊക്കെ ആയിരിക്കും. അടുപ്പിച്ച് പൊട്ടിയത് പുള്ളിയുടെ പടങ്ങളാണ്. അപ്പൊ പുള്ളി എന്നോട് പിന്നെ എപ്പോഴോ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ആ അഡ്വൈസ് നീ എടുക്കണ്ട കേട്ടോ, അത് പാളിപ്പോയിന്ന്. അപ്പോൾ ആ അഡ്വൈസ് അതാണ് എനിക്ക് ആകെ തന്നില്ല അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാവണമെന്ന് പറഞ്ഞിട്ട്. കാരണം അങ്ങനെ ഒരു സാധനം വരില്ല. ഒരു പെർഫെക്റ്റ് പരിപാടിയൊക്കെ വരണമെങ്കിൽ അങ്ങനെയുള്ള പടം വരണമെങ്കിൽ നമ്മുടെ അടുത്തോട്ട് വരൂല. വേറെ ആൾക്കാർ നല്ല നടന്മാരുണ്ടല്ലോ, അവരുടെ അടുത്ത് പോകും. നമ്മുടെ അടുത്ത് വരുന്ന ഈ പറഞ്ഞ പോലെ മറ്റേ നേരത്തെ പറഞ്ഞ പോലെ അടി കിട്ടിയ സാധനങ്ങളൊക്കെ നമുക്ക് വരുള്ളൂ. ഇത് നമ്മൾ അല്ലല്ല ഉടൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. വെച്ചാൽ ഒരു കംപ്ലീറ്റ് ഗുഡ് സ്ക്രീൻ പ്ലേ ഈ കാലത്ത് എഴുത്തുകാർ എന്ന് വെച്ചാൽ പൊതുവെ നല്ല എഴുത്തുകാർ വളരെ കുറവാ. കമ്പാരിറ്റീവ് കുറവാ, ഇല്ല എന്നല്ല, നല്ല കുറവാ. വരുന്നുണ്ട്, അതൊന്നും നമ്മുടെ അടുത്തോട്ട് വരുന്നില്ല. എൻ്റെ അടുത്തോട്ട് വരുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചെയ്യുന്നത് തരക്കേടില്ലാത്ത സാധനങ്ങൾ ഞാൻ എടുത്ത് പിക്ക് ചെയ്തിട്ട് കുറഞ്ഞ ചെലവിൽ തീർക്കാൻ പറ്റുന്ന സാധനങ്ങൾ എടുത്ത് ചെയ്യാം. ജീവിക്കണ്ടേ വീണ. നിങ്ങൾ ഈ ചേട്ടനും അനിയനും 2 ധ്രുവങ്ങളിലത്തെ പോലത്തെ ആൾക്കാരായത് എങ്ങനെയാ? സാധാരണ നമ്മള് ചേട്ടന്റെ കൂടെ വളർന്നു വരുമ്പോഴത്തേക്ക് ഏകദേശം ചേട്ടന്റെ സ്വഭാവം പോലെയൊക്കെ വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഇത് നിങ്ങൾ അങ്ങനെയല്ലേ, ആന ആടും പോലെയാണല്ലോ രണ്ടുപേരും. ഞാനും ആടുപൊള്ളിയായിരിക്കും അല്ലേ? അല്ലേ, അതായത് ഈ സ്വഭാവങ്ങളിൽ ഞങ്ങൾക്ക് ഒരു സിമിലാരിറ്റി കണ്ടെത്താൻ സാധിക്കുന്നില്ല. പ്രോൺസ് അതെങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എൻറ്റയർലി ഡിഫറെന്റ് ആയ 2 ആൾക്കാരായി മാറിയത്? ചേട്ടന്റെ ഒരു സ്വാധീനം ഉണ്ടായിട്ടില്ലേ ജീവിതത്തില്? അത് ഉണ്ടാവാതിരിക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ട്. അല്ല അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ ജനിച്ച് നമ്മൾ 2 പേരും ഇപ്പം ചില ആൾക്കാരിപ്പോൾ ഇപ്പം ഉദാഹരണത്തിന് അച്ഛനെ കണ്ടിട്ട്, ഞാൻ അച്ഛനെ കണ്ട് അച്ഛൻ്റെ ദുശീലങ്ങളും ചീത്തക്കാര്യങ്ങളും പഠിച്ച ആളാണ്. ഓക്കെ, അതായത് അച്ഛൻ്റെ ചീത്ത സൈഡ് പഠിക്കുമല്ലോ. അച്ഛൻ പുകവലിക്കുന്ന കണ്ടിട്ട് അച്ഛനെ പോലെ വലിക്കണം. ചേട്ടൻ നേരെ തിരിച്ചാ, അച്ഛൻ പുകവലിക്കുന്ന കണ്ടിട്ട് ഒരിക്കലും അയാളെ പോലെ പുകവലിച്ച ആരോഗ്യം കെടുത്താൻ പാടില്ല എന്ന് തീരുമാനിക്കും. രണ്ട് പെർസ്പെക്റ്റീവിന്റെ വ്യത്യാസമുണ്ട്.